അഹമ്മദ് ഭാഷ, യെസ്, ഈ കേരളത്തിലെ മദ്രസ വിദ്യാഭ്യാസം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളുണ്ട്. അതായത് കേരളത്തിലെ മദ്രസയിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്, അവർക്ക് പെൻഷൻ കൊടുക്കുന്നത് സർക്കാരാണ്. മാത്രമല്ല ഇവർക്ക് ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് വിവാഹം ഉൾപ്പെടെ പ്രസവം ഉൾപ്പെടെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെ വ്യാപകമായൊരു പ്രചാരണമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞാൻ മാഷോട് ഇത് പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു പച്ചക്കള്ളമാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ പക്കൽ കിട്ടിയ ഒരു ഡാറ്റ മാഷോട് പറഞ്ഞു. മാഷ് അത് വെരിഫൈ ചെയ്യാൻ ഞാൻ പറഞ്ഞു. നമ്മളൊരു രണ്ട് മൂന്ന് ആഴ്ചയായി അല്ലേ, ഒരു 2-3 ആഴ്ച കൊണ്ട് മാഷ് അത് വെരിഫൈ ചെയ്യുകയാണ് എന്നോട് പറഞ്ഞു. അപ്പോൾ അതിന് നിജസ്ഥിതി നമുക്കൊന്ന് പറയണം. അതിനു മുമ്പ് ഞാൻ മാഷ്ക്ക് തന്ന ഡാറ്റ ഒന്ന് വായിക്കാം. ഒന്ന്, കേരളത്തിലെ മദ്രസകളുടെ എണ്ണം. അതൊരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കാണെന്ന് തോന്നുന്നു, കൃത്യമായിരിക്കണമെന്നില്ല. എന്നാലും നമുക്കൊരു സ്പെസിമെനായിട്ട് എടുക്കാം. കേരളത്തിൽ 21,683 മദ്രസകളുണ്ട് എന്നാണ് പറയുന്നത്. അതിലെ അധ്യാപകരുടെ എണ്ണം എന്ന് പറയുമ്പോൾ 2,04,683. കേരളത്തിൽ 941 പഞ്ചായത്തുകളാണ്. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ കണക്ക് വന്നിട്ടില്ല. അങ്ങനെ വരുവാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ ശരാശരി 23 മദ്രസകൾ ഉണ്ട് എന്ന് നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാം. ഈ ടോട്ടൽ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും കൃത്യമാണെന്നില്ല, കാരണം ആനുപാതികമായി നമ്മൾ ഒരു കണക്ക് കൂട്ടുമ്പോഴാണ്, ആവറേജാണ്. ഇനിയിപ്പോൾ അതായത് ഒരു പഞ്ചായത്തിൽ ഒന്നിലേറെ മദ്രസകൾ ഈ കണക്ക് വെച്ച് ഹരിക്കുമ്പോൾ വരും. ഇനി ഒരു മദ്രസ അധ്യാപകൻ്റെ ശമ്പളം 25,000 രൂപയാണ്. അതായത് ഇത് 300 രൂപ മണിക്കൂറിന് വേതനം കൈപ്പറ്റുന്ന ആളുകളെ ഒഴിവാക്കിയുള്ള അധ്യാപക കണക്കാണ്. മാസ ശമ്പളം 25,000 രൂപ. അങ്ങനെ കേരളത്തിലെ മുഴുവൻ മദ്രസ അധ്യാപകർക്കും ശമ്പളം കൊടുക്കാൻ ഒരു മാസം 512 കോടി വേണ്ടി വരുന്നു. ഇത്രയും ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ 120 കോടി രൂപ വേണ്ടി വരുന്നു. രണ്ടും കൂടെ ചേർത്ത് ഒരു വർഷം മദ്രസ മുസ്ലിം സമുദായത്തിലെ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ശമ്പളവും പെൻഷനുമായി 632 കോടി രൂപ. അതൊരു മാസത്തെ കണക്കാണ്, ഒരു മാസത്തെ കണക്കാണ്. ഇൻറ്റു 12 അങ്ങനെ വരുമ്പോഴത്തേക്ക് 7,584 കോടി ഒരു വർഷം 7,000 അധ്യാപകർക്ക് വേണ്ടി കേരള സർക്കാർ ചെലവഴിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് KT ജലീൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അസംബ്ലിയിൽ പറഞ്ഞതാണ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ പരിശോധിച്ചിട്ടില്ല. ഞാൻ പരിശോധിച്ചിട്ടില്ല. ഇത് ഒരു വാട്സാപ്പിൽ വരുന്ന വലിയൊരു ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രചരിക്കുന്നതാണ്. ഈ സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരായ ചില ആളുകളൊക്കെ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പങ്കുവെക്കുന്ന ഒരു ഡാറ്റ ആയതുകൊണ്ട് ഞാൻ മാഷോട് ചോദിച്ചത്, ഇത്രയും തുക 7,000-ൽ പരം കോടി രൂപ അല്ലേ ഒരു വർഷം മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ എൻ്റെ കൂടി ഇത് കേൾക്കുന്ന പ്രേക്ഷകരുടെ കൂടി പോക്കറ്റിൽ നിന്നെടുത്ത് ചെലവഴിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷമുണ്ട് സാർ അത് ചോദിച്ചതും അത് എൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് വരാനും എന്നിട്ട് ABC ഫ്ലോറിൽ അത് പബ്ലിക്കിനോട് പറയണമെന്നും പറയുന്നൊരു മനസ്സുണ്ട്. അതെ, നമുക്കങ്ങനെ മുൻവിധിയൊന്നുമില്ല. നമ്മളൊരു ഡാറ്റ കിട്ടുന്നു, നമ്മൾ പരിശോധിക്കുന്നു, അതിൽ നമുക്ക് പരിശോധനയുടെ ഫലമായി കിട്ടുന്ന ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ പറയും. അതെ, ഇത് സത്യം പറഞ്ഞാൽ സംഭവിച്ചത് ഞാൻ പറഞ്ഞു. ഞാൻ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് എടുത്തുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കണക്കുകൾ കൃത്യമാണ്. എന്നുവെച്ചാൽ കിട്ടിയ ഡാറ്റ വെച്ച് പിന്നെ ഒരു ചെറിയ കള്ളം കൂടി ചേർത്തിട്ട് അത് പ്രചരിപ്പിക്കുകയാണ്. സാർ ഈ പറഞ്ഞ 2 വസ്തുതകളും ശരിയാണ്. ഇത് മദ്രസ അധ്യാപകരെ കുറിച്ചുള്ള ഡാറ്റ കേരളത്തിലെ മൊത്തം മദ്രസകൾ അന്ന് ഇത് എനിക്ക് തോന്നുന്നത് 2019 കിട്ടിയ ഒരു കണക്കാണ്. കോവിഡിന് മുമ്പ് അത് ഏതാണ്ട് 25,000-ഓളം വരുന്നുണ്ട്. എന്നുവെച്ചാൽ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ സമസ്ത 3-4 വിഭാഗമുണ്ട്. ഒന്ന് സമസ്ത EK വിഭാഗം, അവരുടെ മാത്രം മദ്രസകൾ ഇപ്പോൾ 10,812 വരുന്നുണ്ട്. എന്നുവെച്ചാൽ 11,000-ഓളം ഉണ്ട്. EK വിഭാഗത്തിന് ഏതാണ്ട് 8,000-ഓളം ഉണ്ട്. അപ്പോൾ AP വിഭാഗത്തിന് അപ്പോൾ EK വിഭാഗത്തിൻ്റെ കണക്കാണ് 11,000-ഓളം. പിന്നെ AP വിഭാഗത്തിനുണ്ട്. സമസ്ഥാന എന്ന് പറഞ്ഞൊരു 3-ാം വിഭാഗമുണ്ട്. അവർ സമസ്തയും സമസ്ഥാനയും ഉണ്ട്. സമസ്തയിൽ നിന്ന് ആദ്യം പിളർന്നു പോയൊരു കൂട്ടരാണ്. ഇവിടെയൊക്കെ ഉണ്ടോ? കൊച്ചിയിലൊക്കെ ഉണ്ടോ? ഉണ്ടോ? ഈ കേട്ടിട്ടില്ല. ഏറെക്കുറെ എല്ലാവരും ന്യൂനപക്ഷമാണ്, ചെറിയ കൂട്ടരാണ്, പക്ഷെ ഉണ്ട്, വ്യാപകമായിട്ടുണ്ട്. അത് പിളർപ്പിൻ്റെ കഥ ഞാൻ പിന്നീട് പറയുന്നുണ്ട്. അത് ഇന്നത്തെ പിളർപ്പിനെ AP EK പിളർപ്പിനേക്കാൾ കൗതുകമുള്ള കാര്യമാണ്. വേറെ സംസാരിക്കാം. അപ്പോൾ സമസ്ഥാനയുണ്ട്.
പിന്നെ സമസ്തക്ക് ഈ മലബാറിൽ മാത്രം സ്വാധീനം ഉണ്ടായിരുന്ന കാലത്ത് വേറൊരു സൊസൈറ്റി ആയിട്ട് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുണ്ട്. നമ്മുടെ ഈ കടക്കൽ അബ്ദുൽ അസീസ് മൗലവി ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ വേറെയുണ്ട്. സുന്നികൾ തന്നെ 4 ആയി ഓർക്കണം. മുജാഹിദ് വിഭാഗമുണ്ട്. മുജാഹിദിൽ ഇപ്പോൾ 3 വിഭാഗമുണ്ട്. അവർക്കുണ്ട്. ഇപ്പോൾ KNMൻ്റെ ഒരു വിഭാഗമുണ്ട്. വിസ്ഡം ഗ്രൂപ്പ് വേറെയുണ്ട്. പിന്നെ ആ തരത്തിൽ 3 വിഭാഗം അവിടെയുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി വിഭാഗമുണ്ട്. ഇതിൻ്റെയൊക്കെ പുറമെ ഇപ്പോൾ ഇവരുടെ ഒന്നും കണക്കിൽപ്പെടാത്ത അഹമ്മദിയ മുസ്ലിം വിഭാഗം വേറെയുണ്ട്. പിന്നെ സാറ് തന്നെ കണ്ടെത്തി എനിക്ക് പറഞ്ഞു തന്നൊരു വിവരമാണ്, ഷിയാക്കൾക്ക് പോലും ചിലയിടങ്ങളിൽ മദ്രസയും നമ്മുടെ കൊച്ചിയിലുണ്ട് എന്ന് സാറാണ് പറയുന്നത്. നമ്മൾ ഐഡന്റിറ്റി ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് മാഷനോട് പറഞ്ഞു, അതുകൊണ്ട് പറയാത്താണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറയുന്നത് അതൊക്കെ ഒരു കണ്ടെത്തലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മീഡിയയുടെ പണി അതാണ്, ജനങ്ങൾക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറയുക. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടി കണക്കനുസരിച്ച് ഞാൻ എടുത്തു നോക്കുമ്പോൾ ഏതാണ്ട് 24,900 വരും ഈ മൊത്തം മദ്രസകൾ. അത്രയും മദ്രസകളുണ്ട്. ഉണ്ട് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് കേരളത്തിൽ മാത്രമല്ല. ഇപ്പോൾ സമസ്ത EK വിഭാഗത്തിൻ്റെ നേരിട്ടുള്ള അവരുടെ ഓഫീസിലെ കണക്ക് ഞാൻ എടുത്തു. അവരുടെ ഓഫീസിലെ കണക്കനുസരിച്ച് ഈ 10,812 എന്ന് പറയുന്നതിൽ ഏതാണ്ട് 8,000 മാത്രമേ കേരളത്തിലുള്ളൂ. കേരളത്തിന് പുറത്താണ്. മറ്റു സംസ്ഥാനങ്ങളിലുണ്ട്. ഈ സമസ്ത ഇവിടുത്തെ EK വിഭാഗം സമസ്ത നേരിട്ട് നടത്തുന്ന മദ്രസകൾ കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിലുണ്ട്. ഒന്ന് ഇന്ത്യക്ക് പുറത്തുണ്ട്. ഈ സമസ്ത നടത്തുന്ന മദ്രസകൾ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ചേർത്താണ് കണക്കാണിത്. അപ്പോൾ കണക്ക് ഏതാണ്ട് 2019 വന്ന കണക്ക് ശരിയായിരിക്കും. 19 KT ജലീൽ മിനിസ്റ്റർ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗം, അത് വളരെ വൈകാരികമായ പ്രസംഗമാണ്. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ, പ്രത്യേകിച്ച് മദ്രസാധ്യാപകരുടെ ദുരിതങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗമാണ്. ആ പ്രസംഗം പക്ഷേ ക്ഷേമനിധി മദ്രസാധ്യാപക ക്ഷേമനിധി നിയമം ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ ചെയ്ത പ്രസംഗമാണ്. ആ ക്ഷേമനിധി കണക്ക് പ്രകാരം പറയുന്നത് ആകെ ഉള്ളത് എന്താണെന്ന് അറിയാം. ക്ഷേമനിധിയുടെ കണക്ക് നമുക്ക് ഞെട്ടിപ്പോവും. ക്ഷേമനിധിയുടെ കണക്ക് അന്ന് അവതരിപ്പിച്ച, അപ്പോൾ ജലീലിൻ്റെ പ്രസംഗം ഇങ്ങനെ അവതരിപ്പിക്കുന്നു. ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങളാണ് ജലീൽ പറയുന്നത്. എന്താ വെച്ചാൽ ക്ഷേമനിധിയിലേക്ക് ഒരു മദ്രസ അധ്യാപകന് 50 രൂപ ഒരു മാസം അടച്ചാൽ മതി. ആ മദ്രസ ആരാണോ നടത്തുന്നത് ആ മദ്രസയുടെ മാനേജർ 50 രൂപ അടക്കണം. മിക്കപ്പോഴും അനുഭവത്തിൽ ഞാൻ എൻ്റെ റിസർച്ചിൽ എൻ്റെ അന്വേഷണത്തിൽ ഞാൻ കണ്ടത് ഒരൊറ്റ അധ്യാപകനും മാനേജർ കാശ് കൊടുക്കില്ല. അതും കൂടി ഈ പാവത്തിൻ്റെ ശമ്പളത്തിൽ അംശാദായം മുഴുവൻ അധ്യാപകൻ അടക്കുന്നു. പിന്നെ സർക്കാരിൻ്റെ വിഹിതം ഏത് ക്ഷേമനിധിക്ക്, കേരളത്തിൽ ആർക്കാണ് ക്ഷേമനിധി ഇല്ലാത്തത്? അതിപ്പോൾ ദേവസ്വം ബോർഡ് ജീവനക്കാർക്കുണ്ട്, വഖഫ് ബോർഡ് ജീവനക്കാർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ക്ഷേമനിധി ഇല്ലാതെ പറ്റില്ല സാറേ. ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് ശമ്പളം ദേവസ്വം ബോർഡല്ലേ? ദേവസ്വം ബോർഡ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നിർബന്ധമായിട്ടും വേണം. ഞാൻ പറഞ്ഞ പ്രൈവറ്റ് ഒരു കൊച്ചു കമ്പനിക്ക് പോലും ഒരു ലൈസൻസ് കൊടുക്കണമെങ്കിൽ അവിടുത്തെ തൊഴിലാളിക്ക് ക്ഷേമനിധി കൊടുക്കണം. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഈ മദ്രസയിൽ. അപ്പോൾ അത് വലിയ നിയമമായിട്ട് ഈ അപ്പീസ്മെൻറ്റിൻ്റെ ഭാഗം കൂടിയാണത്. മുസ്ലിം ന്യൂനപക്ഷത്തെ എന്തോ കാര്യമായ ആനുകൂല്യങ്ങൾ കൊടുത്ത് പ്രീണിപ്പിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്താനും കൂടിയുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു അത്. സത്യത്തിൽ സംഭവിക്കുന്നത് ഇവർക്ക് 60 വയസ്സ് തികഞ്ഞ ഒരു അധ്യാപകന് ഇപ്പോഴത്തെ നിയമപ്രകാരം 1,500 രൂപ പെൻഷൻ കൊടുക്കും ഒരു മാസം. 1,500 രൂപ. അത് ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വേറെ ഒരു അക്യൂറ്റൻസിലും ഒപ്പിടുന്ന ഒരാവൂല ഈ 60 വയസ്സ് വന്ന ആളുകൾ. അവർക്ക് ഏതെങ്കിലും ഒരു പെൻഷനെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1,500 രൂപ ഇത് കിട്ടുന്നതോ 1,600 രൂപ നമ്മുടെ മറ്റേ പെൻഷൻ കിട്ടും. വാർദ്ധക്യകാലം ഉൾപ്പെടെയുള്ള പെൻഷൻ കിട്ടും, ഫാമിലി വെൽഫെയർ പെൻഷൻ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒന്നേ ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്ന്. ദീർഘകാലം സർവീസുള്ള ആളുകൾക്ക് സർവീസ് അനുസരിച്ച്, ഇപ്പോൾ ഇത് മിനിമം 5 കൊല്ലം സർവീസുള്ളവർക്കാണ് 1,500. അതനുസരിച്ച് സർവീസിനനുസരിച്ച് ചെറിയ വിഹിതം വരും. അതിന് ഒരു നിയമമുണ്ട്. ആ താരിഫ് ഇങ്ങനെ കൂടിക്കൂടി വന്നാൽ പരമാവധി 50 കൊല്ലം അധ്യാപകനായിരുന്നാലും അവസാനം അതിനൊരു സീലിംഗ് ഉണ്ട്. 7,500 രൂപയാണ് ഒരാൾക്ക് പെൻഷൻ പരമാവധി കിട്ടുന്നത്. കുറഞ്ഞത് 1,500, പരമാവധി 7,000. ഇതാണ് പെൻഷൻ്റെ സ്കീം. അത് മാത്രമാണ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് KT ജലീൽ നിയമസഭയിൽ പറഞ്ഞ ഡാറ്റ സ്വീകരിച്ചിട്ട് ഒരു കൊച്ചു കള്ളം അതിനകത്ത് സമർത്ഥമായിട്ട് കയറ്റുകയാണ്. എന്താ അറിയോ? ഒരു അധ്യാപകന് കണക്ക് വളരെ ശരിയാണ്. അന്നത്തെ കണക്കിന് 21,683 മദ്രസകൾ. അവിടെ 2,04,683 അധ്യാപകർ. അതിൽ ഇപ്പോഴും വലിയ ഏറ്റക്കുറച്ചിലൊന്നുമില്ല. ഏതാണ്ട് അടുത്ത് തന്നെ ഡാറ്റ. ഞാനിപ്പോൾ ഈ മദ്രസ ക്ഷേമനിധി ബോർഡ് അംഗമായിട്ടുള്ള മുക്കം ഉമർ ഫൈസിയോട്, നമ്മുടെ വിവാദ പണ്ഡിതനാണല്ലോ, ഉമർ ഫൈസിയോട് നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഇത് കറക്റ്റാണ്, ഡാറ്റ കറക്റ്റാണ്. ഇതിനകത്തൊരു വാക്ക്, ഒരു നമ്പർ എവിടുന്ന് വന്നു? ഇതാണ് ചോദ്യം. എന്താണ് നമ്പർ?
ഒരു മദ്രസ അധ്യാപകൻ്റെ ശമ്പളം 25,000 രൂപയാണ്. എൻ്റെ സാറേ, ഇത് കേട്ടാൽ ആളുകൾക്ക് നേർക്കുനേരെ പറഞ്ഞാൽ കയറി തല്ലും, അത്ര ദുരിതമാണ് ഇവരുടെ കാര്യം. മദ്രസാധ്യാപകരുടെ പരമാവധി ശമ്പളം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30-40 കൊല്ലം അധ്യാപകനായിരിക്കുന്നവൻ്റെ പരമാവധി ശമ്പളം 10,000 രൂപയാണ്. 10,000 അവന് 4,000-ലാണ് തുടങ്ങുന്നത്. അത് ആരാ കൊടുക്കുന്നത്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിൻ്റെ നയാ പൈസ ഇന്ന് വരെ ഈ 2,04,683 മദ്രസാധ്യാപകരിൽ ആരെ വേണമെങ്കിലും നമുക്ക് ചലഞ്ച് ചെയ്യാം. 5 പൈസ സർക്കാർ ഇന്ന് വരെ ശമ്പളം കൊടുത്തിട്ടില്ല. ആകെ കൊടുക്കുന്നത് ഈ ക്ഷേമനിധിയാണ്. അത് ഏത് തൊഴിലാളിക്കുള്ള അവകാശമാണ്. ഇതാണ് ശമ്പളത്തിൻ്റെ കണക്ക്. 25,000 രൂപ സർക്കാർ കൊടുക്കുന്നു. അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ. പിന്നെ അരിത്തമെറ്റിക്സ് ആണ്, ട്രൂത്ത് ഇല്ല. അതുവരെയുള്ള ഡാറ്റ കറക്റ്റാണ്. കേട്ടാൽ നമുക്ക് എണ്ണം കറക്റ്റാണ്. 25,000 എവിടുന്ന്? 25,000 കിട്ടുന്ന, ഞാൻ സാറിനോട് പറയാം, എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ട്, എൻ്റെ നാട്ടിലൊരുപാട് പേരുണ്ട്. എല്ലാ വിഭാഗം മദ്രസയിലും ജോലി ചെയ്യുന്നവരുണ്ട്, എല്ലാ വിഭാഗം മദ്രസകളും നടത്തുന്നുണ്ട്. ഇവർക്ക് ഈ 5,000-6,000 രൂപ വെച്ച് ശമ്പളം കൊടുക്കാൻ തന്നെ മദ്രസ കമ്മിറ്റികൾ പാടുപെടുക. കാരണം മദ്രസ കമ്മിറ്റികൾ വലിയ വരുമാനമുള്ളവർ കുറവാണ്. ടൗണിലൊക്കെ ഉള്ളവർക്ക് മദ്രസക്ക് വഖഫ് കെട്ടിടം ഉണ്ടാവും, അതിൻ്റെ വരുമാനം ഉണ്ടാവും. അല്ലാത്തത് കർഷക സമൂഹത്തിലൊക്കെ സാറിന് അറിയുക, എൻ്റെ വീട്ടിൽ എൻ്റെ പറമ്പിൽ ഇപ്പോൾ ഞങ്ങൾക്ക് 1 ഏക്കർ പറമ്പുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 10-100 തെങ്ങുണ്ടെങ്കിൽ അതിനകത്ത് 2-3 പള്ളിക്ക് വെക്കും. അതാണ് വരുമാനം. അതാണ്. ഇപ്പോൾ പിന്നെ ഒരു കുട്ടികളൊക്കെ ഗൾഫിൽ പോകാൻ തുടങ്ങിയപ്പോൾ അവരൊരു വെൽഫെയർ സ്കീം, മാസത്തിലൊരു എമൗണ്ടൊക്കെ മഹല്ല് നിവാസികൾ കുറേശ്ശെ ഈ കൊടുക്കുന്ന സംഭാവന കൊണ്ടാണ് ഈ ശമ്പളം കൊടുക്കുന്നത്. പിന്നെ ഈ ശമ്പളം ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ മഹല്ലിൽ ഈ ശമ്പളം കൊണ്ട് എങ്ങനെ അവർ ജീവിച്ചു പോകാൻ ചോദിക്കാറുണ്ട്. 2 തരത്തിലാണ് അത് മാനേജ് ചെയ്യുന്നത്. ഒന്ന്, ഇവർക്ക് 10 മണി വരെ പണിയുള്ളൂ. രാവിലെ 2 മണിക്കൂറും രാത്രി 2, മിക്കവാറും രാവിലെ എത്ര മണി തൊട്ട് 8 മണി വരെ. രാവിലെ ശരിയായ സമയം 7:30 മുതൽ 9:30 വരെയാണ്. സ്കൂളിൽ പോകണമല്ലോ, സ്കൂളിൽ പോകുന്ന വരെയുള്ള സമയം. നമ്മളെ കേരളത്തിലെ സിസ്റ്റം വേറെയാണ് സ്ഥലത്ത്. എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ മാതിരി കണക്ക് കിട്ടുന്നത് അറിയില്ല, ആരാണിത് പ്രചരിപ്പിക്കുന്നത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് 7:30 മുതൽ 9:30 വരെയുള്ളൂ. അപ്പോൾ 2 മണിക്കൂർ നേരം, രാത്രി 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ലെഷർ ടൈമാണല്ലോ. മറ്റൊരു ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നതിന് വരെയുള്ള സമയവും അത് കഴിഞ്ഞുള്ള സമയവും മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു എക്സ്ട്രാ വരുമാനം, നമ്മൾ ഫീസ് എടുക്കുന്ന, ട്യൂഷൻ എടുക്കുന്ന പോലുള്ള സംഗതിയായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. ഓഫ് കോഴ്സ് അതുകൊണ്ട് തന്നെ മുഴുവൻ അധ്യാപകരും, മുഴുവൻ മദ്രസ അധ്യാപകരും മറ്റെന്തെങ്കിലും പണിക്ക് പോകും. കൂലിപ്പണിക്ക് പോകുന്നവർ, കടയിൽ ജോലിക്ക് പോകുന്നവർ, മറ്റു പണിയാണ് അവർക്ക് മുഖ്യം. ഇത് സൈഡാണ്. അങ്ങനെയാണ് ഇത് ന്യായീകരിച്ച് പോകുന്നത്. വേറൊന്ന്, ഇത് ദൈവത്തിൻ്റെ മാർഗത്തിലുള്ള സേവനം കൂടിയാണല്ലോ വിശ്വാസിക്ക്. ഞാനിപ്പോൾ ഈ അഷ്റഫ് മൗലവി എന്ന് പറയുന്ന പൊന്നാനിയിൽ എൻ്റെ ഒരു മദ്രസാധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന മുബരീദ് എന്നാണ് പറയാം, മുദരീബ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, മാഷേ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, എങ്ങനെയാണ് ഈ ശമ്പളം കൊണ്ട് ഇത്ര തുച്ഛമായ ശമ്പളമുള്ളൂ? എല്ലാവരും പറയുന്നുണ്ട്, മുജാഹിദ്, സുന്നി, ജമാഅത്ത് ഇസ്ലാമി എല്ലാ അധ്യാപകരും ചെറിയ ശമ്പളമേ ഉള്ളൂ. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എന്തൊക്കെ ആയാലും സാറേ, ഒന്ന് ഞങ്ങളൊക്കെ ഉപജീവനത്തിന് മറ്റു പണിക്ക് പോകും. രണ്ടാമത്തെ കാര്യം, എന്നാലും ഞങ്ങൾ ഈ പണി ഒഴിവാക്കില്ല, കാരണം ഇത് ദീനീ മാർഗത്തിൽ, ദൈവത്തിൻ്റെ മാർഗത്തിലുള്ള സേവനം കൂടിയാണല്ലോ. പിന്നെ എന്നോട് പറഞ്ഞു, മദ്രസാധ്യാപകർക്ക് ഈ കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും മാഷേ, ഒരു മദ്രസാധ്യാപകനും ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന് പടച്ചോൻ തരുന്നത് കൊണ്ട് കഷ്ടിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സാന്നിധ്യം, 2 ദൈവസഹായമാണല്ലോ, ദൈവത്തിനുള്ള സഹായമാണ്, സേവനമാണല്ലോ എന്നൊരു ബോധ്യം. ആ 2 കാര്യം കൊണ്ടാണ്. ഇനി ഇതിനോട് നമ്മൾ ചേർത്ത് പറയാം, ഇതാണ് ഇതിൻ്റെ ഒരു ഡാറ്റ, നുണയാണ്. അപ്പോൾ ഞാനിതിൽ ചൂണ്ടിക്കാണിക്കുന്നത് വെച്ചാൽ, സാറ് ചെയ്യുന്നൊരു വലിയ സേവനമാണ്. കാരണം ഇപ്പോൾ മദ്രസ അധ്യാപകർക്ക് അല്ലെങ്കിൽ പ്രത്യേക മുസ്ലിം ന്യൂനപക്ഷത്തിന് അവിഹിതമായ ആനുകൂല്യം, ഇപ്പോൾ ഹജ്ജിന് സബ്സിഡി കൊടുത്ത കാലത്ത് അത് നിരോധിക്കണം എന്ന് പറഞ്ഞാൽ ന്യായമാണ്. മാത്രമല്ല മദ്രസ വിദ്യാഭ്യാസത്തിൽ ഇടപെടേണ്ടതുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ മാറ്റണം. ഒന്ന്, മദ്രസയുടെ സിലബസ് ആ കുട്ടികളുടെ പ്രായത്തിന് ചേർന്ന മട്ടിൽ മാറ്റണം. 2, മദ്രസയിലെ വിദ്യാർത്ഥികളുടെ സൈക്കോളജി മനസ്സിലാക്കിയിട്ട് ആ സൈക്കോളജി കൂടി അറിയാവുന്ന അധ്യാപകരെ നിയമിക്കണം. അപ്പോൾ ഈ ചോദ്യം വരും, സൈക്കോളജിയൊക്കെ പഠിച്ച ആർക്കെങ്കിലും സാമാന്യ വിവരം എങ്ങനെ പൈസക്ക് ജോലി ചെയ്യാൻ ആളെ കിട്ടൂല. അതാണ്. വേറൊന്ന്, അവർക്കൊരു സെക്യുലർ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഭരണഘടന പഠിപ്പിക്കണം. ഒരു മൾട്ടി കൾച്ചർ, ഒരു ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഒരു ന്യൂനപക്ഷ സമൂഹമായ മുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കാനുള്ള വിദ്യാഭ്യാസം, ലൈഫ് ലിറ്ററസി, അതൊക്കെ കൊടുക്കണം എന്നൊക്കെ നമുക്ക് പറയാം. മാത്രമല്ല വേറൊരു നിർദ്ദേശം കൂടി ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, 10 മണിക്ക് ശേഷം ഈ മദ്രസ കെട്ടിടങ്ങളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് അവിടുത്തെ തന്നെ ആ വിദ്യാലയങ്ങളിലെ ആ പരിസരത്തെ, ആ മഹല്ലിലെ, ആ ഇടവകയിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ഉപയോഗിക്കാം, കമ്പ്യൂട്ടർ സാക്ഷരതയ്ക്ക് ഉപയോഗിക്കാം.
പലതരത്തിൽ മദ്രസകളെ പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. മദ്രസാധ്യാപകർ ഉൾപ്പെടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നല്ല വിമർശനം ആവശ്യമുണ്ട്. പക്ഷെ ആവശ്യമുള്ള കാര്യത്തിലായിരിക്കണം. സത്യമല്ലാത്തത് പറഞ്ഞു പോയാൽ ഞാൻ പറയുന്നത് ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്കും മുസ്ലിം കമ്മ്യൂണിറ്റി ഏതർത്ഥത്തിൽ വിമർശിക്കുന്നവർക്കും സത്യസന്ധമല്ലാത്ത ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഈ കണക്കിൽ നിന്നുണ്ടാകുന്നതാണ്. എവിടുന്നാണ് ഈ 25,000 കിട്ടിയത്? അതിന് ഉത്തരവില്ല. മറ്റ് ജലീലിൻ്റെ റെക്കോർഡിൽ അതില്ല. നമ്മുടെ പ്രസംഗമുണ്ട്, പറയുന്ന കാര്യങ്ങളില്ല. ശമ്പളം കൊടുക്കുന്നതിനെ കുറിച്ച് കേരള നിയമസഭ ഇന്ന് വരെ ചർച്ച ചെയ്തിട്ടില്ല. അല്ല, പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കുറേ കാലമായി ഈ ഒരു നറേറ്റീവ് കേരളത്തിൽ വ്യാപകമായിട്ടുണ്ട്. പക്ഷേ മുസ്ലിം സംഘടനകൾ ആരും കണക്ക് വെച്ച് മറുപടി പറഞ്ഞിട്ടില്ല. അതാണ് ഒന്നാമത്തെ പരാജയം. ഞാൻ പരാജയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മളിത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളും മുസ്ലിമിലെ ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് നമ്മൾ മുസ്ലിം വിരുദ്ധമായ ഒരു ചാനലാണെന്ന്. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ തീവ്രവാദത്തിനെതിരാണ്, ഫണ്ടമെന്റലിസത്തിനെതിരാണ്, എന്നാൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കൂടെയാണ്. മൗലികാവകാശങ്ങൾ എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ്. അപ്പോൾ മുസ്ലിം സമുദായത്തിനെ ടാർഗറ്റ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യുന്നതിന് നമ്മളില്ല. അവർക്ക് മാത്രമല്ല, അതിന് മുസ്ലിം തീവ്രവാദത്തിനെതിരെയോ ഫണ്ടമെന്റലിസത്തിനെതിരെയോ പൊരുതുന്ന ആളുകൾ ഒരു ഫേക്ക് നറേറ്റീവ് ഉണ്ടാക്കി യുദ്ധം ചെയ്താൽ ആ യുദ്ധം ജയിക്കത്തുമില്ല, പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഈ വസ്തുത മുസ്ലിങ്ങളെ ആകെ മോശക്കാരായി പൊതുഖജനാവിൽ നിന്ന് കാശടിച്ചു മാറ്റി മദ്രസാ വിദ്യാഭ്യാസം നടത്തുന്നു എന്നുള്ള നറേറ്റീവ് തെറ്റാണെങ്കിൽ തുറന്നു പറയാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നത് നമ്മുടെ ആ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. അതും നമ്മൾ വിശ്വസിക്കുന്ന ദേശീയതയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ABC കാണിക്കുന്ന ഈ സന്മനസ് നമുക്ക് മറ്റു വിഷയങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും. അത് വസ്തുതകളല്ലാത്തത് മനുഷ്യരിലേക്ക് നമ്മൾ ഇന്നുവരെ പറഞ്ഞതെല്ലാം വസ്തുതകളാണ്. നമ്മളോട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുറേ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അതും നമ്മൾ സത്യം പറഞ്ഞതുകൊണ്ടാണ്. ആയിരിക്കും, അതുണ്ടാവട്ടെ. ഞാൻ അതിലൊട്ടും നമുക്ക് ഖേദമില്ല, ഒരു ഖേദമില്ല. ഞാൻ പറയേണ്ടത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നേരെ പറയണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ പറയുന്നത് വസ്തുതാപരമല്ലെങ്കിൽ നമ്മുടെ വാദം പോലും ദുർബലം. അതുകൊണ്ട് ABCയുടെ ഈ നിലപാട് എനിക്ക് തോന്നുന്നു മലയാളി തിരിച്ചറിയുന്നതാണ് എൻ്റെ പറയാം. അല്ല, ഒരുപക്ഷെ മാത്രമല്ല, ഇത്തരം വാട്സപ്പുകളിലൂടെയൊക്കെ മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഈ നാരേറ്റീവ് പ്രചരിപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് നമ്മളോട് ദേഷ്യം വരും. സാരമില്ല, നമ്മൾ ആ ദേഷ്യം നമ്മൾ ഗൗനിക്കില്ല. നമ്മൾ നിലയുറപ്പിക്കുന്നത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, മനുഷ്യർ തമ്മിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളിൽ കലഹിക്കാൻ പാടില്ല. അതൊരു കാര്യമാണ്. മാത്രമല്ല, നിങ്ങൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞ നമ്മളോട് ദേഷ്യം തോന്നുന്ന ചില ആളുകൾക്ക് നിങ്ങളിത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവരോടുള്ള നമ്മുടെ മറുപടി, നിങ്ങൾ ഒരു ഫേക്ക് നറേറ്റീവ് വെച്ച് ഒരു യുദ്ധവും ജയിക്കാൻ പോകുന്നില്ല. ഉള്ളത് പറയൂ, അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതാണ്. അത് ആർക്കെതിരായാലും, അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായാലും, ഏത് കമ്മ്യൂണിറ്റിക്കെതിരായാലും, ഏത് നേതാവിനെതിരായാലും, ഏത് പാർട്ടിക്കെതിരായാലും ഉള്ളതാണെങ്കിൽ ആർജവത്തോടെ നമ്മൾ പറയും. ഇല്ലാത്തതാണ് കേട്ടോ, അബദ്ധങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കരുത്. അല്ല, ഇത് പറയുമ്പോഴും സംഘടിത ന്യൂനപക്ഷം കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ അനർഹമായി നേടിയെടുക്കുന്നുണ്ട് എന്നത് സത്യമാണ്. അത് പറയട്ടെ. അത് AK ആന്റണി പറഞ്ഞിട്ടുണ്ട്, രമേശ് ചെന്നിത്തല ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, വെള്ളാപ്പള്ളി പോലും. അത് ശരിയാണ്, ആ വാദം നമുക്കുമുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞ് ഒരു സമൂഹത്തെ വിക്ടിമൈസ് ചെയ്യാൻ കള്ളപ്രചാരണങ്ങൾ നടത്തരുത്, കൂട്ടുനിൽക്കരുത്. അതിനൊരു കാരണം അതിന് കൂട്ടുനിൽക്കാൻ നമ്മളില്ല. അത് വളരെ ശരിയായ നയമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു മാധ്യമത്തിൽ, ജനപക്ഷ മാധ്യമത്തിൻ്റെ നിലപാടാണത്. തീർച്ചയായിട്ടും നമ്മളത് ഉയർത്തിപ്പിടിക്കും. നമ്മളതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും. സന്തോഷം സാറേ. എനിക്ക് തോന്നുന്നു ഓൺ ബിഹാഫ് ഓഫ് കമ്മ്യൂണിറ്റി കൂടി, ഇപ്പം ഞാനും പിറന്നുപോയൊരു സമുദായമാണല്ലോ. തീർച്ചയായിട്ടും എനിക്കതിൽ പ്രത്യേകിച്ച് അതൊരു യോഗ്യതയോ അയോഗ്യതയോ ആയിട്ട് ഞാൻ കാണാറില്ല. പക്ഷേ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഉള്ളതാണെങ്കിൽ അത് പറയാൻ ഇല്ലാത്തത് പറഞ്ഞ് ആക്രമിക്കരുത്. ആരെക്കുറിച്ചാണെങ്കിലും ഇല്ലാത്തത് പറഞ്ഞ് ആക്രമിക്കരുത്. നല്ല ആക്രമത്തിന്റെ കുന്തമരയായിട്ട് നമ്മൾ നിൽക്കില്ല. ഓക്കെ, തീർച്ചയായിട്ടും നല്ല പോളിസിയാണത്. തീർച്ചയായിട്ടും നമുക്കതിന് നന്മയെ വരുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.